ആദ്യകാലത്ത് 14 മണിക്കൂർ 16 മണിക്കൂർ വർക്ക് ചെയ്ത കാലങ്ങളുണ്ട്. അത് കുറച്ച് വന്നു ശീലങ്ങൾ. കുറച്ച് നേരം ഇരിക്കാറുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കണ്ടമാനം ജോലി ചെയ്തിട്ട് മക്കൾക്ക് ഇനി പൈസ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ നമ്മൾ നാളേക്ക് മാറ്റി വയ്ക്കലില്ല. എവരി ഡേ, എവരി മിനിറ്റ്, എവരി സെക്കൻഡ് ഐ ആം എൻജോയിങ് മൈ ലൈഫ്. പിന്നെ അതിൽ തീർന്നാലും വിരോധമില്ല, തീർന്നില്ലെങ്കിലും വിരോധമില്ല. ഇന്നും കല്യാണ സിൽക്കത്തെ സ്റ്റാഫാണെന്ന് പറഞ്ഞിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കടയിൽ ഞങ്ങളുടെ ആളെ കാണാൻ പറ്റില്ല. വല്ല ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വല്ല രാഷ്ട്രീയത്തിലൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാങ്കിലൊക്കെ അങ്ങനെ കിട്ടിയിട്ട് പോയിട്ടുണ്ടാവും എന്നല്ലാണ്ട് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഇന്ന് വരെ ഒരാൾ പിരിഞ്ഞു പോയിട്ടില്ല. കല്യാൺ സിൽക്സ് CMD TS പട്ടാഭിരാമൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ്? നമുക്കൊന്ന് ചോദിക്കാം. താങ്കളുടെ ഒരു ദിവസം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഞാൻ വാസ്തവത്തിൽ കാലത്തൊരു 6 മണിക്ക് എണീക്കും. ഒരു 7 മണിയോടുകൂടി ഞാൻ മുനിസിപ്പൽ സ്റ്റേഡിയം ഉണ്ട്, അവിടെ നിന്ന് വാക്കിങ്ങിന് പോകും. അതൊരു 40-45 മിനിറ്റ് നടക്കും. ഒരു അരമണിക്കൂർ അവിടെ നിന്ന് എല്ലാവരുമായിട്ടൊന്ന് കുശലം പറയും. സ്റ്റേഡിയമാണ്, അവിടെ എല്ലാവരും ഉണ്ടാവും. അതിലേറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നൊരു സമയമാണ്. എന്താ കാരണം വെച്ചാൽ അതിലാകെ ബിസിനസ്സുകാരാവില്ല, ഫാമിലി ആൾക്കാരും ഉണ്ടാവില്ല, സുഹൃത്ത് ബന്ധങ്ങളാണ്. അതിൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവാം, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാവാം, പല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ടാവാം, ബ്യൂറോക്രാറ്റ്സും എഞ്ചിനീയേഴ്സും പലവരും ഉണ്ടാവും. പല ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുക. അവിടെ നിന്നും നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ എൻ്റെ ബിസിനസ്സിൽ പോരായ്മ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അവിടെ പോയിട്ട് അവന് തൃപ്തിയായിട്ടില്ലെങ്കിൽ അവൻ ആ കാരണം പറയും. അതിന് അവർക്ക് പറയാനുള്ള ഫ്രീഡം എന്നിൽ നിന്ന് അവർക്ക് തോന്നണം. ഇയാൾക്ക് നെഗറ്റീവ് പറഞ്ഞാലും വിഷമമില്ല എന്ന് തോന്നണം. അപ്പോൾ ആ വാക്കിങ്ങിൻ്റെ ഒപ്പം തന്നെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ റിലാക്സേഷൻ. മോർണിംഗിന് പോവും. അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നു ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് പേപ്പറൊക്കെ നോക്കിയിട്ട് ശേഷം ഒരു അരമണിക്കൂർ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞാൽ ഒരു 10-10:30 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് വരും. ജീവിതത്തിലെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി ആരാ? അല്ല, അങ്ങനെ ഒരാൾ പ്രത്യേകിച്ച് എന്നെ സ്വാധീനിച്ചു എനിക്ക് പറയാൻ പറ്റില്ല. കുറേയൊക്കെ അച്ഛൻ കുറേ കാര്യങ്ങൾ വളരെ ചിട്ടയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അച്ഛനുള്ള കാലത്ത് ഞാൻ എന്തെങ്കിലും ആ കാലത്ത് ബാങ്കിൽ നിന്ന് മേടിക്കുമ്പോൾ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നിനക്ക് എത്രയായിരുന്നു കടം, ഇപ്പോൾ എത്രയെന്നാണ് ചോദിക്കുക. എത്ര ബിസിനസ് കൂട്ടി, എത്ര ലാഭം എന്ന് ചോദിക്കാറില്ല ആൾ. അതുകൊണ്ട് ഈ കാര്യത്തിലായിരുന്നു അദ്ദേഹത്തിന് വലിയ കണിശം. കടം. അപ്പോൾ നീ ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോണ് നിനക്കിപ്പോൾ എത്രയുണ്ട് എന്നാണ് ചോദിക്കുക കാലത്ത്. അങ്ങനെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഞാനത് ഒഴിവാക്കി കൊണ്ടുവരുന്നൊരു കാലഘട്ടമാണ്. ഒരു കടരഹിത കമ്പനിയാക്കാൻ പോവാണ്. അത് ഫ്രീ. എൻ്റെ ഇപ്പോൾ ഒരു 4-5 കൊല്ലമായി സീറോ ഡെറ്റ് കമ്പനിയാണ് എൻ്റെ. ആർക്കും ഒന്നും കൊടുക്കാനില്ല, ബാങ്കിനും കൊടുക്കാനില്ല, എനിക്ക് സപ്ലയേഴ്സിനും കൊടുക്കാനില്ല. അത് ഒരാഴ്ച കൊണ്ടേ ഈ ലോകം അവസാനിക്കും അങ്ങോട്ട് കരുതുക. അപ്പോൾ ആ ഒരാഴ്ച എങ്ങനെയായിരിക്കും ചെലവിടുക? അല്ല, അതിൽ ഇപ്പോൾ നാളേക്ക് മാറ്റി വയ്ക്കുന്നവനോടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടത്. എന്നെ നമ്മൾ നാളേക്ക് മാറ്റി വയ്ക്കലില്ല. എവരി ഡേ, എവരി മിനിറ്റ്, എവരി സെക്കൻഡ് ഐ ആം എൻജോയിങ് മൈ ലൈഫ്. പിന്നെ അതിൽ തീർന്നാലും വിരോധമില്ല, തീർന്നില്ലെങ്കിലും വിരോധമില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഒരു ഷോറൂമിൻ്റെ അടുത്ത് വലിയൊരു കോമ്പറ്റേറ്റർ വരികയാണ്. ആ കോമ്പറ്റേറ്റർ വന്ന് അയാൾ സ്വാഭാവികമായിട്ട് തുണിക്കട ടെക്സ്റ്റൈൽ തുടങ്ങുകയാണെങ്കിൽ കല്യാൺ സിൽക്കിൽ ഒരു 10 പേര് വേണമെന്ന് ആരും ആഗ്രഹിക്കുമല്ലോ. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, അതിനുണ്ട്. അപ്പോൾ എൻ്റെ മക്കളും മാനേജേഴ്സൊക്കെ വന്ന് പറഞ്ഞു, വലിയൊരു കടയാണല്ലോ വരണേ നമ്മുടെ അടുത്ത്. അപ്പോൾ ജീവനക്കാരൊക്കെ പോയാൽ ബുദ്ധിമുട്ടാവില്ലേ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ നീ പറയും എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. നമുക്ക് എന്തെങ്കിലും കൂട്ടി കൊടുത്താലോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒരു 1000 രൂപ കൂട്ടി കൊടുത്താൽ അവർ 2000 കൊടുത്താൽ നീ എന്താ ചെയ്യുക? അല്ല, നമുക്ക് ശ്രദ്ധിക്കേണ്ടേ? എന്താ ശ്രദ്ധിക്കുക? നമുക്ക് സ്റ്റോക്ക് കൂടുതൽ വയ്ക്കണോ? ഇഷ്ടം പോലെ ഉണ്ട്. ഇനി പ്രൈസിൽ എന്തെങ്കിലും ഇല്ല, ഒരൊറ്റ കംപ്ലൈൻറ്റില്ല, വളരെ ക്ലിയറായി. പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു. എൻ്റെ ഒരു കാൽക്കുലേഷൻ പെർഫെക്റ്റ് ആയിരുന്നു. ഒറ്റ സ്റ്റാഫ് പോയില്ല. എന്നാൽ ആ സ്ഥാപനം എന്ത് ചെയ്തു അറിയോ? ഇത് ഇവിടെ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നു വിചാരിച്ചിട്ടാണെന്ന് ചോദിച്ചിട്ട് കല്യാൺ സിൽക്കിൻ്റെ സ്റ്റാഫിന് എപ്പോൾ വേണമെങ്കിൽ അവിടെ പോയിട്ട് ഇൻ്റർവ്യൂവിന് പോവാം, എപ്പോൾ വേണമെങ്കിൽ പോവാം. എന്ത് സാലറി ഉണ്ടോ അതിനേക്കാളും 2000 രൂപ കൂടുതൽ ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഒറ്റ ആൾ പോയില്ല. ആരെങ്കിലും ഒരാൾ പോകണ്ടേ? പോയില്ല. അപ്പോൾ ഞാൻ മോർണിംഗ് വാക്ക് എന്ന് കഴിഞ്ഞിട്ട് മാനേജറോട് പറഞ്ഞു,
കറക്റ്റ് 8:30 മണിക്ക് നാളെ എല്ലാവരും വരാൻ പറയും. എനിക്കൊന്നും അവരെ കാണണട്ടാന്ന്. ഞാൻ അവരെ എല്ലാവരെയും അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, വളരെ അത്ഭുതമാണല്ലോ നിങ്ങൾ ചെയ്തത്. എന്നെ നിങ്ങൾ ഇത്രയധികം എന്നിൽ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. വിശ്വസിച്ച് പോയി, സന്തോഷം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു സാലറി ആസ് എ സ്പെഷ്യൽ കേസ് ഇൻക്രിമെൻറ്റ് തരികയാണ്. എന്നിട്ട് ഞാൻ അതും കൂടി പറഞ്ഞു. എൻ്റെ 2 മക്കളുണ്ട്. അവരെ അമ്മായപ്പൻ എന്നെയും കാട്ടിൽ സാമ്പത്തിക ശേഷിയും ജീവിതവും സുഖമാണെങ്കിൽ അവരെന്നെ ഒഴിവാക്കിയിട്ട് പോയേനെ. നിങ്ങളത് പോയില്ലോ. നിങ്ങൾക്കൊക്കെ ഓഫർ കൂടുതലുണ്ടായിരുന്നു. ഒരാളെങ്കിലും പോകണ്ടേ? പോയില്ല. ഇന്നും കല്യാണ സിൽക്കത്തെ സ്റ്റാഫാണെന്ന് പറഞ്ഞിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കടയിൽ ഞങ്ങളുടെ ആളെ കാണാൻ പറ്റില്ല. വല്ല ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വല്ല രാഷ്ട്രീയത്തിലൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാങ്കിലൊക്കെ അങ്ങനെ കിട്ടിയിട്ട് പോയിട്ടുണ്ടാവും എന്നല്ലാണ്ട് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഇന്ന് വരെ ഒരാൾ പിരിഞ്ഞു പോയിട്ടില്ല. ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഈ യാത്രയിൽ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ? അത് നമ്മുടെ പ്രധാനമന്ത്രി പറയണ മാതിരി നമ്മൾ ഓരോരുത്തരുമാണ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. എങ്ങനെ കൂട്ടി കിഴിച്ച് വന്നാലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം ഇന്ത്യ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഏറ്റവും നല്ല റൂം വേണമെന്നുണ്ടെങ്കിൽ ഒരു 20,000 25,000 ഇപ്പോൾ ആണെങ്കിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് യൂറോപ്പിലോ US പോയാൽ 1.5 ലക്ഷം 2 ലക്ഷം കൊടുക്കണം. ഇവിടുത്തെ റൂമിൻ്റെ 1/4 റൂം ഉണ്ടാവില്ല. സർവീസ് ചിന്തിക്കാനേ പറ്റില്ല. റൂം സർവീസ് വിളിച്ചാൽ വരില്ല. യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു എത്രയാ $, അതിന് അവർ പൈസ മേടിക്കും ഡ്രിങ്കിങ് വാട്ടറിന് വരെ. ഒരു സർവീസും പ്രതീക്ഷിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ലണ്ടൻ UK അല്ലെങ്കിൽ US പോയിട്ട് ഒരു പർച്ചേസിന് പോകാമെന്ന് വയ്ക്കുക, ഒക്കെ 70, 75, 80 വയസ്സായ ആൾക്കാരാണ് സെയിൽസിനും കൊണ്ട് നിൽക്കണേ. ഒരു എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഒരാളെ കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെ റേഷൻ അരി മേടിക്കുമ്പോൾ ക്യൂ നിന്നിട്ടാണ് ആൾക്കാർ വാങ്ങിപ്പോണത്. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിക്ക് പ്രകാരം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം. ഇപ്പോൾ US എത്ര സൗകര്യമുണ്ട്. നിങ്ങൾക്കൊരു ഡ്രൈവർ അൺഇമാജിനബിളാണ്, ഒരു സർവൻ്റ് അൺഇമാജിനബിളാണ്. ഇപ്പോൾ ദുബായിനെ പറ്റിയൊക്കെ കാര്യമായിട്ട് വർണ്ണിക്കേണ്ടത് ശരിയാണ്. എനിക്കും ഒരു 120 സ്റ്റാഫ് അവിടെയുണ്ട്. അവിടെയും ചെറിയൊരു സാലറിയിൽ മാറ്റമുണ്ടെങ്കിലും ഫൈനലി അവന് വലിയ മെച്ചമുണ്ടാവില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഈ കുടുംബം ബന്ധങ്ങളുണ്ടല്ലോ. ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും വീട്ടിൽ ഏതെങ്കിലും ഫംഗ്ഷനായിട്ട് അവന് വരണം, അല്ലെങ്കിൽ അച്ഛനമ്മയ്ക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ ഓടി വരണം. ഇതെല്ലാം കഴിഞ്ഞൊരു ബാലൻസൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇന്ത്യയുടെ ഒരു കംഫർട്ട്, ഇത്രയധികം ഹ്യൂമൻ റിസോഴ്സ് ഉള്ളൊരു സ്ഥലം വേറെ എവിടെയില്ല, സംശയമില്ല. ഇപ്പോൾ പാരീസ് നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളവരോട് ചോദിച്ചാലും അറിയാം. അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും പിക്ക് പോക്കറ്റ് ചെയ്തിരിക്കും. നിങ്ങളുടെ പേഴ്സായാലും ഒരു അപ്പെടുത്തിരിക്കും. അത്രയധികം കളവ് നടക്കുന്ന സ്ഥലമാണ് ഈ പാരീസ്. ഇവിടെ അതൊക്കെ നോക്കുമ്പോൾ സ്വർഗ്ഗമാണ് തരാം നമ്മുടെ രാജ്യം. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. വിദേശത്ത് പോയി എന്ന് പറയുമ്പോൾ ഒരു മാർക്കുണ്ട്. എവിടെയാ ടൂറിന് പോയാൽ ജയ്പൂർ താല്പര്യമില്ല, ഡൽഹി എന്ന് പറയുമ്പോൾ ഒരു താല്പര്യമില്ല. അങ്ങനൊരു തെറ്റായ ഒരു മനസ്ഥിതിയാണ് ഇവിടുത്തെ കാര്യം. അല്ലാണ്ട് അതിപ്പോൾ വിദേശികൾ മനസ്സിലാക്കിയിട്ടാണല്ലോ ടൂറിസം കൂടി വരുന്നത്. ഇത്രയും സൗകര്യമുള്ളൊരു സ്ഥലം, ഇവിടെ ഷൂ വരെ പോളിഷ് ചെയ്യാൻ ആളുണ്ട്. എല്ലാത്തിനും സൗകര്യമുള്ള സ്ഥലമല്ലേ. മാൻ പവർ ഇവിടെ ഉണ്ട്. മറ്റേ അതിനൊന്നും അവരെന്നെയാണ് ചെയ്യേണ്ടത്. അമേരിക്കയിൽ ഞാൻ ഇതേമാതിരി എന്നെ നിർബന്ധിച്ചിട്ട് ഒരു ഫാമിലി, ഞാൻ ഒരു വീട്ടിലും പോകാറില്ല അതിന് വേണ്ടിയിട്ട്. അവർ വളരെ നിർബന്ധിച്ച് ഒരു ഡിന്നറിന് വരുന്നുണ്ട്. അത്ര അടുപ്പുള്ളതുകൊണ്ട് പോയി. ഞാനും എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. 2 പേരും ഡോക്ടർമാരാണ്. കഴിച്ചതിന് ശേഷവും ഞാൻ എൻ്റെ ലിവിങ് റൂമിൽ ചെന്നിരുന്നിട്ട് ഇവർ വരണാണില്ല. നോക്കുമ്പോൾ ഇവർ 2 പേരും അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് എനിക്കത് ഷോക്കിംഗ് ആണ്. അല്ലെങ്കിൽ അതറിഞ്ഞാൽ ഞാൻ എൻ്റെ പ്ലേറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. എനിക്കറിയില്ലല്ലോ, എനിക്ക് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ജീവിതം. ഇവിടെ ഇന്ത്യയിൽ അങ്ങനെയല്ലല്ലോ. ഇവിടെ നിങ്ങളുടെ കഴിവും ശക്തി പ്രകാരം നിങ്ങൾക്ക് സമ്പാദിക്കാനും പറ്റും, അതുപ്രകാരം ജീവിക്കാനും പറ്റും. പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയാണ് ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ. Luxury, convenience, and a commitment to green living. Vigaland Homes presents Biophilic Urban Homes. ഈ ബിസിനസ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകിയ കാര്യം എന്താ? ഏറ്റവും സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താ? നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എല്ലാം സക്സസ്ഫുൾ ആവുക,
മക്കൾ അതേമാതിരി തന്നെ അവരെ കൊണ്ട് ഉപദ്രവമില്ല, മരുമക്കളെ കൊണ്ടില്ല. അതിനും ഈ സന്തോഷം എന്താ വേണ്ടത്? മക്കൾക്ക് മരുമകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നെ കാരണമാണ്. ഞാനാണ് കുറച്ച് വൈകി പോവുക വീട്ടിൽ, കുറേ അടുപ്പവും ഫ്രണ്ട്സൊക്കെ ഉള്ള കാരണം. ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ത്രില്ല് കിട്ടുന്നത് എങ്ങനെയാണ്? എന്ത് ചെയ്യുമ്പോഴാണ് ബിസിനസ്സിൻ്റെ ഒരു ത്രില്ല് കിട്ടുന്നത്? അല്ല, അത് നമ്മൾ പല മാർക്കറ്റിംഗ് സ്കീമൊക്കെ കൊണ്ടുവരുമല്ലോ, അപ്പോൾ അതിനൊക്കെ ചെറിയ റിസ്ക് ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു കോംബോ ഓഫർ ഉണ്ടായിരുന്നു, മനസ്സിലായി? ആ കോംബോ ഓഫർ പൃഥ്വിരാജിൻ്റെ ആഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും എത്രത്തോളം അത് ടേക്ക് ഓഫ് ആവുമെന്ന് അറിയില്ല, പക്ഷെ അത് വളരെ ക്ലിക്കാവുമ്പോൾ ഒരു ത്രില്ലുണ്ടാവും. അത് ചില കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഡിസിഷനായിരിക്കും അവർ ഫൈനലാവുക. എല്ലാം അങ്ങനെ വരില്ല. അപ്പോൾ എൻ്റെ ഡിസിഷൻ സക്സസ് ആകുമ്പോൾ എനിക്കൊരു എക്സ്ട്രാ ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. താങ്കളുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിച്ച എന്തെങ്കിലും കുട്ടിക്കാലത്തെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ വീക്ഷണം, നമ്മുടെ ജീവിത വീക്ഷണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജനിക്കുമ്പോഴും വീട്ടിൽ കാറുണ്ട്. പിന്നെ അത് എന്നാലും ഈ വീക്ക്നെസ് നമ്മൾ അറിയല്ലേ, എല്ലാം പോയിരിക്കുന്ന സമയത്ത്. അപ്പോൾ അത് വീണ്ടും തിരിച്ച് പിടിക്കണം എന്നുള്ളൊരു വിഷനാണല്ലോ മെയിൻ. ആ വിഷനാണല്ലോ നമ്മൾ ഈ രീതിയിലേക്ക് എത്തിച്ചത്. എനിക്ക് മനസ്സിലായി. അതായത് ഒരു സമ്പന്നമായിരുന്ന ഒരു ഇതാണ്, പക്ഷേ നമ്മുടെ ഒരു കാലക്രമേണ നമ്മളിൽ നിന്ന് പോയി. പിന്നെ ഈ ദാരിദ്ര്യ ദുഃഖം എന്ന് പറയുന്നത് വിശന്നിരിക്കുന്ന ആൾക്കല്ല. നിങ്ങളൊരു സൗകര്യത്തിൽ ജീവിക്കുമ്പോൾ ആ സൗകര്യം കുറയുമ്പോൾ അത് ദാരിദ്ര്യ ദുഃഖമായി. നിങ്ങളൊരു കാറിലൂടെ വന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാറ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, സ്കൂട്ടർ മേടിച്ചാൽ അത് ദാരിദ്ര്യ ദുഃഖമായി. ശരിയാ, മനസ്സിലായി? നിങ്ങൾ എയർ കണ്ടീഷൻ എവിടെ പോയാലും നല്ല ഹോട്ടലിലാണ് താമസിക്കുക, AC ഹോട്ടലിലോ നല്ല റൂമിൽ താമസിക്കും. ഇപ്പോൾ ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കുറച്ച് മോശമായിട്ടുള്ള താമസിച്ചാലും അതൊരു ബുദ്ധിമുട്ടായി. എന്തെങ്കിലും ശീലങ്ങൾ അടുത്ത കാലത്തായിട്ട് ഒഴിവാക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും ശീലങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ? ശീലങ്ങൾ ഒഴിവാക്കുക വെച്ചാൽ ആദ്യകാലത്ത് 14 മണിക്കൂർ 16 മണിക്കൂർ വർക്ക് ചെയ്ത കാലങ്ങളുണ്ട്. അത് കുറച്ച് വന്നു ശീലങ്ങൾ. കുറച്ച് നേരം ഇരിക്കാറുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കണ്ടമാനം ജോലി ചെയ്തിട്ട് മക്കൾക്ക് ഇനി പൈസ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ റിലാക്സ്ഡ് ആണ്. എന്നാൽ അപ് ടു ഡേറ്റ് അറിയണമല്ലോ, ഇത് നമ്മുടെ ബ്ലഡിലുള്ളതല്ലേ, എന്താണ് നമ്മുടെ പൊസിഷൻ എന്നും അറിയണ്ടേ. അതുകൊണ്ട് എല്ലാ ദിവസവും കറക്റ്റായിട്ട് എനിക്ക് എൻ്റെ പൾസ് കറക്റ്റായിട്ട് എനിക്കറിയാം. ഓരോ എത്ര ബ്രാഞ്ചുണ്ട്, ഓരോ ബ്രാഞ്ച് എങ്ങനെ പോകണു, എല്ലാം എനിക്ക് കൃത്യമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ ഈ കാലത്തിനിടെ? പശ്ചാത്താപം തോന്നിയിട്ടുണ്ടോ? ചെയ്യേണ്ടിയിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും തോന്നിയ കാര്യങ്ങളുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾ വക്കീലിനെമാരെ എങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു മറുപടി ഉള്ളൂ. എന്താ കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ റിഗ്രറ്റ് ചെയ്യാവുന്ന ഒന്ന് ഇതൊക്കെ ജീവിതത്തിൽ പഠിച്ചില്ലേ. സ്റ്റാഫ് ചിലവർ പിരിഞ്ഞു പോവും, അത് കഴിഞ്ഞിട്ട് ആദ്യം വരും. ഇതൊക്കെ ഒരു സ്ഥിരം പരിപാടിയല്ലേ ഇതൊക്കെ. ആദ്യകാലത്തൊക്കെ എനിക്കും വാശിയുള്ള കാലത്ത് പിരിഞ്ഞു പോയിട്ട് വന്നാൽ ഞാൻ എടുക്കില്ല. എന്താ കാരണം വെച്ചാൽ അവന് അപ്പോൾ നമ്മളത് പഠിച്ചു. അവരാണ് കുറച്ചുകൂടി ഗുണം ചെയ്യുക, അവർക്ക് അനുഭവമായി. അനുഭവമുള്ളവരാണ് കുറച്ചുകൂടി, അവർക്ക് രണ്ടും കമ്പാരിസൺ ഉള്ളവരാണ് നല്ല രീതിയിൽ നിൽക്കുക. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? സോഷ്യൽ മീഡിയ നമ്മുടെ കൂടെയുള്ള സെക്രട്ടറി ഇടയ്ക്ക് എന്തെങ്കിലും എനിക്കും കൂടി അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് കാണിച്ചു തരാറുണ്ട്. എടുത്ത് നോക്കാൻ സമയം മുഴുവൻ കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ ചില വാക്ക് പറയുമ്പോഴേ മനസ്സിൽ തോന്നുന്നത് ഒറ്റ വാക്കിൽ അങ്ങോട്ട് ഉത്തരം പറഞ്ഞാൽ മതി. പണം വളരെ ആവശ്യമാണ്, എന്നാൽ പണം കൊണ്ട് മാത്രം ഒന്നും നടക്കൂല. ബിസിനസ് ഏറ്റവും നല്ലൊരു സർവീസും കൂടിയാണ്. എന്താ കാരണം വെച്ചാൽ ഡോണ്ട് ഗിവ് ഹിം ഫിഷ്, ടീച്ച് ഹിം ഫിഷിംഗ് എന്ന് പറഞ്ഞ മാതിരിയാണ്. 10 പേർക്ക് ജോലി കൊടുക്കുന്നൊരു സന്തോഷം വേറെ ഇല്ലല്ലോ. വെറുതെ പണം കൊടുക്കുമ്പോൾ കിറ്റ് കൊടുക്കണ മാതിരിയാണ് വരിക. ഇതല്ലല്ലോ. അപ്പോൾ ബിസിനസ്സിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതും കൂടി ഉണ്ടല്ലോ. വിജയം, സക്സസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അല്ല, സക്സസ് ആണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനാണല്ലോ പ്രവർത്തിക്കുന്നത്. യാത്ര മനുഷ്യൻ്റെ ഓക്സിജൻ മാതിരിയാണ്. യാത്ര നിർബന്ധമായിട്ട് വേണം. എന്താണ് ലോകത്ത് നടക്കണേ, എന്തൊക്കെയാണ് നടക്കണേ എന്ന് മനസ്സിലാക്കണം, പഠിക്കണം യാത്രയിലാണ്. ഏത് യാത്ര പോയാലും എന്തെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ മനസ്സിനെ ഇങ്ങനെ ശാന്തമാക്കി നിർത്തി ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ശാന്തമാക്കി ഈ മനസ്സിനെ നിർത്തുന്നത് എങ്ങനെയാണ്? എന്താണ് ചെയ്യുക? അത് സത്യത്തിൽ പറഞ്ഞാൽ ദൈവാനുഗ്രഹം, ശ്രീരാമൻ്റെ അനുഗ്രഹമാണ് വാസ്തവത്തിൽ. എന്നുവെച്ചാൽ ശാന്തമാവാതിരിക്കാനുള്ള ഒരു കാരണം ദൈവം നമുക്ക് തരണില്ല. കച്ചവടത്തിൽ ഫെയിലിയർ വന്ന കാരണമായി, മക്കൾ പറഞ്ഞ കേൾക്കാണ്ടായി അതൊരു കാരണമായി, പേരക്കുട്ടികൾ
ഒരു ചൂവില്ലെങ്കിലും കാരണമായി, ആരോഗ്യ പ്രശ്നം വന്നാൽ അതും കാരണമായി. ഇതൊന്നും ഇല്ലാതെ മുന്നോട്ട് പോണത് ദൈവാനുഗ്രഹമാണ്. അല്ലെങ്കിൽ മനസ്സിനെ ശാന്തമാക്കണതിൻ്റെ ഒരു പ്രധാന കാര്യം അതാണ്. പിന്നെ ഇപ്പോൾ ഹെൽത്തിൻ്റെ ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്, മനസ്സിലായ നടത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ പേരക്കുട്ടികളെ ബിസിനസ് പഠിപ്പിച്ചു തുടങ്ങിയ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എൻ്റെ ഒരു ആവശ്യം കൂടിയായിരുന്നു നമ്മുടെ കൂടെ അവർ വളരണം എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒക്കെ ഇവിടുത്തെ സൗകര്യത്തിലുള്ള വിദ്യാഭ്യാസത്തിനാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇവിടെ എന്ത് നടക്കണു, എങ്ങനെ വരണു, ഒരു പൊതുപ്രവർത്തനം വന്നു കഴിഞ്ഞാൽ ആരാ ചോദിക്കുക, അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കൊടുത്തു ചോദിക്കും. അപ്പോൾ നമ്മൾ ഇത്ര കൊടുത്തു എന്ന് പറയുമ്പോൾ എന്തിനാ അവർക്ക് കൊടുക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും അവരെ ഉപദ്രവമില്ലാണ്ടിരിക്കാനെന്ന് പറയും. ഇതൊക്കെ അവർക്ക് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ പഠിക്കാൻ പറ്റുന്ന അർത്ഥം. അപ്പോൾ ഇത്രയും സമയം നമ്മുടെ ടൈറ്റൻ ഷോന് വേണ്ടി അനുവദിച്ച് വളരെ നല്ല ഉത്തരങ്ങളാണ്. ഇത് ഏതൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും കേസ് സ്റ്റഡി പോലെ കേൾക്കാൻ പറ്റുന്ന അനുഭവങ്ങളാണ്. എനിക്കും ധനത്തിനോട് വലിയൊരു താല്പര്യമുണ്ട്. കാരണം ഞാൻ ചെറിയ ബിസിനസ് തുടങ്ങിയ കാലഘട്ടത്തിൽ തൊട്ട് തന്നെ ധനമായിട്ട് അസോസിയേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ 2 പുസ്തകം എൻ്റെ വരുത്താറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. ഒന്ന് വീട്ടിലും ഒന്ന് ഓഫീസിലും. ഞാൻ ഒന്ന് മറിച്ച് നോക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും പല ഗുണങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കുറച്ച് സമയം ചെലവ് ചെയ്തത്. സന്തോഷം. നമസ്കാരം.